ശ്രീമതി മാലാപാർവതി, ഇപ്പോൾ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അങ്ങനെ മാറ്റുമെന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ MLA സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാം. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാം, പക്ഷേ ധാർമ്മികതയുടെ പേരിൽ തിരിച്ചു വരുന്ന സംവിധാനം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി അതിന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായം. ഇപ്പോൾ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റിയതിനെ കുറിച്ച് മാലാപാർവതിയുടെ ആദ്യ അഭിപ്രായം എന്താണ്? സിനിമ ഒരു മാറ്റത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്മൃതി. ഹേമ കമ്മിറ്റിയുടെ അലയൊലികൾ, ഹേമ കമ്മിറ്റി വരുത്തിയ ഒരു റിപ്രസെന്റേഷൻസ് നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ മുകളിലാണ്. ഇന്നലെ ലക്ഷ്മി രാമകൃഷ്ണന്റെ നീസ് നമ്മുടെ മലയാളത്തില് പ്രശസ്തമായ 3 ചിത്രങ്ങളിലും, തമിഴിലെ ആദ്യത്തെ പടം തമിഴിലുമാണ്. ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ ഫസ്റ്റ് തമിഴ് സിനിമയിൽ ഉണ്ടായ ഒരു ദുരനുഭവം ആ കുട്ടി പറയുന്നുണ്ട്. സിനിമയിലേക്ക് ഒരു മെരുക്കിയെടുക്കലിന്റെ ഭാഗവും കൂടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ആ പെൺകുട്ടിയുടെ അനുഭവം നമുക്ക് പഴയ ശോഭയിൽ കാണാം. അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകളിൽ നമുക്കത് കാണാൻ പറ്റും. എനിക്കൊരു സമുദ്രം വന്നെന്നെ വിഴുങ്ങിയതുപോലെയാണ് ഞാൻ 1 മണിക്കൂർ ഇന്റർവ്യൂ കണ്ടത്. കാരണം ആ കുട്ടി പറയുന്നത് ഹേമ കമ്മിറ്റി കണ്ടപ്പോൾ റിലീഫ് ഉണ്ടായി. അത് വായിച്ചത് കൊണ്ടാണ് എനിക്കിത് വന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ആ കുട്ടിക്ക് 50 വയസ്സ്. എത്രയോ വർഷം മുമ്പ് നടന്ന ഒരു കാര്യം. ആൻഡ് ഷീസ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. വളരെ PhD ഉള്ള കുട്ടിയാണ്. ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. എന്നിട്ടും അതിന് ഇത്രയും വർഷം ഒരു ഹേമ കമ്മിറ്റി വേണ്ടി വന്നു അതിന് വന്ന് പറയാനായിട്ട്. അപ്പൊ ഇത് നമ്മൾ ഈ വിപ്ലവമായി നമ്മൾ കാണുന്ന രാഷ്ട്രീയ തർക്കമല്ലേ, അവരെ മാറ്റി നിർത്തൂ ഇവരെ മാറ്റി നിർത്തൂ, ഇതിനെല്ലാം ഉപരിയായിട്ട് എത്രയോ സർവൈവേഴ്സ് അവർ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഴം വളരെ വലുതാണ്. ഈ തരത്തിലുള്ള ഒരു ഹീലിംഗ് സംഭവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സമൂഹത്തിന് മാറ്റം വരാതിരിക്കാൻ സാധിക്കില്ല. സമൂഹം മാറിയേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അതിന്റെ ഉപരിപ്ലവമായ കാര്യമാണ്. അവർ മാറി നിൽക്കും. ഇപ്പൊ AK ശശീന്ദ്രന്റെ വിഷയം വന്നു, അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് മാറുന്നു. ആ സമയത്ത് അദ്ദേഹം MLA സ്ഥാനം മാറിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഡിഫൻസ് വെക്കാൻ പറ്റുമെന്ന് പറയുന്നു. അദ്ദേഹം ഡിഫൻസ് വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കാരണം പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് 26 വർഷം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സർവൈവേഴ്സിനെല്ലാം ഓർമ്മയുണ്ടാവും. അവരനുഭവിക്കുന്ന തീക്ഷ്ണമായ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാള്, നമ്മൾ കണ്ടീഷൻഡാണ് ഇവരെയൊക്കെ നല്ലതായിട്ട് പെരുമാറണം, അവരൊക്കെ അവരെ നമ്മൾ തിണക്കാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു നോട്ടം, ഒരു വേറെ തരത്തിലുള്ള വിളി, ഇത് നമുക്ക് ഒരു സർവൈവർ എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് മറക്കാൻ പറ്റില്ല. പുരുഷന്മാരത് പെട്ടെന്ന് മറന്നുപോയിട്ട് അവരവരുടെ ജീവിതം പെട്ടെന്ന് സ്പീഡിൽ അങ്ങനെ നടത്തിക്കൊണ്ടുപോകും. ഒരു കുഴപ്പമില്ല. അതിനെന്താ ഒരു കോമഡി ആയിരുന്നു, ഒരു കോമഡി ടൈം ആണ്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. അപ്പൊ ഈ മാറ്റങ്ങൾ, ഈ മാറി നിൽക്കലുകളും എല്ലാം അനിവാര്യമായി സംഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഫെഫ്ക അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന്റെ പിന്നിൽ അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും, സ്ത്രീകളുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ WCCയുടെ ഭാഗത്തു നിന്നും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാറ്റത്തിന്റെ അലയൊലി അവരിലേക്കും എത്തി എന്നുള്ളതാണ്. മാലാപാർവതി, ചർച്ചയിൽ ഉടനീളം തുടരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ടെലിഫോണിലാണെങ്കിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.